ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. കോഴിക്കോടൻ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ദോശ വെച്ചിട്ടല്ല, പകരം പത്തിരി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫില്ലിംഗ് ആയിട്ട് കോക്കനട്ടും അതുപോലെ ബനാനയാണ് ചേർത്തിട്ടുള്ളത്. സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ 1 കപ്പ് മൈദയാണ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരവിയെടുത്തതാണ്. ഇതൊരു ചെറിയ തേങ്ങയുടെ പകുതി. പിന്നെ ഒരു വലിയ നേന്ത്രപ്പഴം, പിന്നെ 6 എഗ്ഗ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സ്. കസ്കസ് എന്ന് പറഞ്ഞ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മാത്രമല്ല, പിന്നെ കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഏലക്കാപ്പൊടി 1.5 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിപ്പോൾ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ എടുക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഈ പഴം കോക്കനട്ടും വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ പഴം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കടായിക്കകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ്ക്ക് പകരം ഞാനിപ്പോൾ RKG ആണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ അതല്ലെങ്കിൽ വനസ്പതിയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കാഷ്യൂവും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചേഞ്ചായിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ, നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള ആ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പകുതി ഭാഗം ചിരവി എടുത്തതാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പം തേങ്ങയുടെ പഴത്തിൻ്റെയൊക്കെ അളവ് ഇതിപ്പോൾ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു അളവാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഴമൊക്കെ കൂട്ടിയൊക്കെ കൊടുക്കാം. അതല്ല തേങ്ങയാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ തേങ്ങയും കൂട്ടി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഈ ഫില്ലിങ്ങിൽ ഞാൻ എഗ്ഗ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള പോപ്പി സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്കസ് എന്ന് പറഞ്ഞ് നമ്മൾ ബിരിയാണിയിലൊക്കെ അരച്ച് ചേർക്കാനും, അതുപോലെ മെയിനായിട്ട് ബിരിയാണിയിൽക്കും അതുപോലെ ഈ ചട്ടിപ്പത്തിരിയിൽക്കൊക്കെയാണ് കസ്കസ് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ലാസ്റ്റ് ചേർത്താൽ മതി, എന്നാലും അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുകയുള്ളൂ. തേങ്ങ ഒരുപാടങ്ങ് ഡ്രൈ ആവുകയും വേണ്ട, കുറച്ചൊന്ന് മൂത്ത് വന്നാൽ മതി. ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊന്നും വരുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര, ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാര മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി ഞാൻ ഇതിനകത്തേക്ക് ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് ആ ഏലക്കാപ്പൊടി എല്ലായിടത്തും ഒന്ന് എത്തുന്ന വിധത്തിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. ഇനി ഇതിവിടെ കിടന്ന് ചൂടൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ 1 കപ്പ് മൈദ ഒന്ന് കുഴച്ച് പത്തിരി ഉണ്ടാക്കണം. സാധാരണ നമ്മൾ കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചാൽ മതി. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അല്പം വെള്ളം ചേർത്തിട്ട് ഒരല്പം ഉപ്പും വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോഴേ പത്തിരിക്ക് നല്ല മയം ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്തിട്ട് സോഫ്റ്റ് ആക്കുകയല്ല, പകരം നമ്മൾ കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കുന്നതാണ് നല്ലത്. ഞാനിത് ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പൂരിയുടെ അത്രയും വലിപ്പമുള്ള കുറച്ച് പത്തിരികളാക്കി ഇത് പരത്തിയെടുക്കാം. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്നാണ് ഇനി ഞാൻ പറയുന്നത്. ഞാനിത് പൂരിയുടെ അത്രയും വലുപ്പത്തിൽ ഓരോ ഉരുളയും പരത്തിയെടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട്
പരത്തിയെടുത്താൽ മതി. വളരെ കുറച്ച് മാവ് വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കുന്നതാണ് നല്ല സോഫ്റ്റായിട്ടുള്ള നൈസായിട്ടുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കി കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്തിരിയുടെ മുകളിലേക്ക്, ഒരു പൂരിയുടെ മുകളിലേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മറ്റൊരു പത്തിരി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തു. ഇനി ഈ രണ്ടെണ്ണം കൂടെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്ലാറ്റൻ ചെയ്യേണ്ട. എത്രയാണ് നിങ്ങൾ ഏത് പാത്രമാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഒരു വലിപ്പത്തിൽ ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു കുക്കറോ അതല്ല നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനോ എന്തെങ്കിലും ആയിരിക്കുമല്ലോ എടുക്കുന്നത്, ആ പാത്രം എത്ര വലിപ്പമുണ്ടോ അതിനനുസരിച്ചുള്ള ഉരുളയും എടുത്താൽ മതി. ഒരുപാട് വലിയ ചപ്പാത്തിക്കൊക്കെ ഉള്ള അത്രയും വലിയ ഉരുള ഒന്നും എടുക്കണ്ട, ചെറിയ ഉരുള എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഒരു ഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുമിള വരുന്ന സമയത്ത് മറുഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ ഇത് നല്ലതുപോലെ പഫായിട്ട് വരും. നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇത് അടർത്തിയെടുക്കാം. അപ്പോൾ അത് പഫായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഞാൻ അടർത്തിയെടുക്കുന്ന കാണിച്ചാൽ ഏതെങ്കിലും ഒരു വശം എന്തായിട്ടും വിട്ട് വന്നിട്ടുണ്ടാവും പഫായിട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളത് കൂടെ നമുക്ക് പരത്തി ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ആ മാവിൽ നിന്ന് ഏകദേശം 8 ചപ്പാത്തി അല്ലെങ്കിൽ 8 പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള നമുക്ക് മുക്കിയെടുക്കാനുള്ള 6 എഗ്ഗ് ഒന്ന് നമുക്ക് പൊട്ടിച്ച് കലക്കിയെടുക്കണം. ഇതിലേക്ക് ഓക്കാപ്പൊടിയും നമ്മൾ ബാക്കിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ച സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പാൽ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ പത്തിരിക്ക് നല്ലൊരു മയം വരും. സോഫ്റ്റായി നമ്മൾ ചട്ടിപ്പത്തിരിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഹാർഡായി ഇത് ചൂടിൽ കിടന്ന് ഈ പത്തിരി ഒന്ന് ഹാർഡായിട്ട് പോകുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ചേർത്തത്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിക്കാതെ ഇരുന്നത്. അപ്പോൾ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള പാത്രം ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പത്തിരി എടുത്തിട്ട് നമുക്ക് കലക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ആ മിക്സിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, തേങ്ങയും പഴമൊക്കെ ചേർന്നിട്ടുള്ള, അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് ഈവനിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പത്തിരി എടുത്ത് അതുപോലെ തന്നെ ഈ എഗ്ഗിൻ്റെ ബാറ്ററിലൊന്ന് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള ഒരു പത്തിരി അതിൻ്റെ മുകളിൽ ഫില്ലിങ്, അടുത്ത പത്തിരി അതിൻ്റെ മുകളിൽ ഫില്ലിങ്, അങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് മുഴുവനായിട്ടും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവസാനത്തെ പത്തിരിയാണ് വെക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം 7 പത്തിരിയും ഞാൻ വെച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ ലാസ്റ്റിലത്തതാണ്. അപ്പോൾ ഇനി ഇതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെയും മിൽക്കിൻ്റെയും ബാറ്റർ ഉണ്ടല്ലോ, അത് ബാക്കി വന്നത് നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ പത്തിരി കുറച്ച് ചെറുതായി പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇനി ബാക്കി വരുന്ന ആ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിൽ കുറച്ച് ബാക്കിയാക്കിയാൽ മതി. ലാസ്റ്റിലേക്ക് വെക്കാൻ ഒരുപാട് ബാക്കിയാക്കരുത്. കൂടുതലായിട്ട് ഉള്ളിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ലാസ്റ്റിൽ ഏറ്റവും മുകളിൽ ഒരല്പം ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരല്പം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പത്തിരി പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വലുതായി പോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് സൈഡൊക്കെ ഒന്ന് മുറിച്ചിട്ട് ആ ബാക്കി വരുന്ന കഷ്ണം ഇതുപോലെ ഈ ഫില്ലിങ് വെക്കുന്ന സമയത്ത് എൻ്റെ കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ചെറുതായി പോയെങ്കിൽ പത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഒരു പത്തിരി കുറച്ച് ഒരു സൈഡിലേക്ക് നീക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന പത്തിരി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീക്കി വെക്കുക. അതേപോലെ
പിന്നെ വരുന്നത് അതിൻ്റെ ഓൾട്ടർനേറ്റ് അങ്ങനെ 4 ഭാഗത്തേക്കും അങ്ങനെ നീക്കി വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. കുറച്ച് ചെറുതായി പോകുന്ന വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുക്കാത്ത കുറച്ച് അണ്ടിയാണിത്. അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പഴയ ഒരു ദോശക്കല്ലാണ് ഇതിൻ്റെ മുകളിൽ വെച്ചത്. അതിൻ്റെ മുകളിലാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുക്കറോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്തായാലും അടിയിലൊരു പാത്രം വെച്ചതിന് ശേഷം മാത്രം അത് വെക്കുക. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ ഇത് കരിഞ്ഞു പോവാതെ കുക്കായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊരു ഇർക്കിലിയോ അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അത് ക്ലിയർ ആണെങ്കിൽ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ വൈറ്റ് കളർ തന്നെ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ആക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു ദോശക്കല്ലിനകത്തേക്ക് മറിച്ചതാണിപ്പോൾ ഇത്. അപ്പോൾ ഈ സ്റ്റെപ്പും ഓപ്ഷണൽ മാത്രമാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. വൈറ്റ് കളറിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ജസ്റ്റ് അത് കുക്കായി വന്നാൽ അങ്ങനെ തന്നെ നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോളം അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഇപ്പോൾ 2 വശവും ഒരേപോലെ ഗോൾഡൻ കളറാക്കി മാറ്റിയിട്ടുണ്ട് ഞാനിത്. ഇനി ഇതൊന്ന് ഒരു നൈഫ് വെച്ച് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം അതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഈ പത്തിരി വെച്ചുണ്ടാക്കുന്നതാണ് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ എൻ്റെ ഒരു വായ്ക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പത്തിരി തന്നെ പിന്നെയും ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ദോശ വെച്ച് ചെയ്യുന്നവർക്ക് ഇനി മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഓൾറെഡി ഞാൻ 3 വീഡിയോ ചട്ടിപ്പത്തിരിയുടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരതൊക്കെ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.